blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അവരുടെ മകൾക്ക് ഒരു നല്ലൊരു ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട്, നല്ല ആരോഗ്യം ഉള്ളൊരു കുഞ്ഞിനെ ഒരു പ്രശ്നവുമില്ലാതെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം. രണ്ടാമതായിട്ട് മരുമകൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ടും അതുപോലെ ദൈവികമായിട്ടുള്ള പരിജ്ഞാനവും അറിവും ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ ഈ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾക്ക് ഹെൽത്തിയായ നല്ലൊരു ബേബിയെ കർത്താവെ നോർമൽ ഡെലിവറിയിലൂടെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ അങ്ങ് കൊടുക്കണമേ. കൂടാതെ മരുമകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്കൊരു നല്ല ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സിലേക്കോ ദൈവികമായ ജ്ഞാനപ്രകാരം പോകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ കർത്താവെ അങ്ങയോട് ഈ സമയത്ത് ഉണർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ മാർച്ച് 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്ദമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ മാർച്ച് 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബനേസർ ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. ബ്രേക്കിംഗ് ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങളെ തകർക്കുക എന്നുള്ള ബ്രദർ ഡാമിയൻ്റെ പുസ്തകത്തിൽ നിന്നാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞങ്ങൾ ക്ലാസ്സുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതേ പുസ്തകത്തിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ 3-ാമത്തെ അധ്യായം, പൂർവ്വകാല തടസ്സങ്ങളെ തകർക്കുക. പഴയ ചില കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, ചിലതൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്തതായിരിക്കാം. പക്ഷേ അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്നുള്ളത്. ആ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ബ്രദർ ഡാമിയനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ജീവിതത്തിൽ ഒരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, ഒരു പക്ഷേ അയാൾക്ക് തന്നെ അറിയാം അയാൾ ഒരു തെറ്റായ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അറിയുന്ന പോലും ഉണ്ടാവില്ല താൻ തെറ്റായ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു ശരിയായ രീതിയിലേക്ക് തിരികെ വരാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കും എന്നതിന് തെളിവായിട്ടാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് വിശദീകരിക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ അവർ മുന്നിലേക്ക് പോകുന്നതിൻ്റെ തടസ്സം ദാരിദ്ര്യമല്ല, സാത്താനല്ല, മറ്റുള്ളവരുമല്ല, അവരവരുടെ തന്നെ പാസ്റ്റ് ലൈഫാണ്. നമ്മുടെ തന്നെ പാസ്റ്റിനെ ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകാൻ സാധ്യമല്ല. അതിനൊരു എക്സാമ്പിൾ 3rd ചാപ്റ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ദിസ് ഇസ് റിയൽ ഹിസ്റ്ററി. സ്വീഡനിലാണ് സംഭവം. സ്വീഡനിൽ ഒരു രസതന്ത്രജ്ഞൻ, അദ്ദേഹം ഡൈനമിറ്റ് കണ്ടുപിടിച്ച മനുഷ്യനാണ്. ആ വ്യക്തി ഒരു ദിവസം രാവിലെ അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം മരണവാർത്ത വായിക്കുക. ആദ്യം പുള്ളി ചിന്തിക്കുന്നത് ഞാൻ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എന്താ സംഭവിക്കുന്നത്. അതിനുശേഷം മനസ്സിലായത് പത്രക്കാർക്കൊരു അബദ്ധം പറ്റിയ തൻ്റെ ബ്രദർ ലുഡ്വിക്, അദ്ദേഹം മരിച്ചത് ഇവർ തെറ്റിദ്ധരിച്ച് ഇദ്ദേഹമാണെന്ന് വിചാരിച്ച് അടിച്ചു. പക്ഷേ അതിൻ്റെ ഹെഡിങ്, ആ വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: മരണത്തിൻ്റെ കച്ചവടക്കാരൻ നിര്യാതനായി. ഇതാ വായിക്കുന്നത്. പിന്നീട് അദ്ദേഹം സമനില വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എന്നെ ലോകം ഓർക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്: മരണത്തിൻ്റെ കച്ചവടക്കാരൻ നിര്യാതനായി. വളരെ പ്രസിദ്ധനായ ഡൈനമിറ്റ് കണ്ടുപിടിച്ച രസതന്ത്രജ്ഞനാണ്. അവിടെ വെച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഐ എം ഗോയിങ് ടു ചേഞ്ച് മൈ ലൈഫ്. ഇനിയുള്ള എൻ്റെ ലൈഫ് മാനവ നന്മയ്ക്ക് വേണ്ടി ജീവിക്കും. അദ്ദേഹം ചെയ്തത് റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഹി ഡിഡ് എ ലോട്ട് ഓഫ് തിങ്സ് ഫോർ ദ ഹ്യൂമാനിറ്റി. മാത്രമല്ല തൻ്റെ സ്വത്തുക്കൾ ഏകദേശം മുഴുവൻ അദ്ദേഹം നല്ല ആ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു.
അദ്ദേഹത്തിൻ്റെ പേരാണ് ആൽഫ്രഡ് നോബൽ. നമ്മളൊക്കെ നോബൽ സമ്മാനം എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ ചരിത്രം പലർക്കും അറിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ക്ഷമ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീഡനിൽ സ്റ്റോക്ക്ഹോമിലായിരിക്കുന്ന സമയത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആ സമയത്ത് ആ കൊണ്ടുപോയ ആൾ കാണിച്ചു നോബൽ സമ്മാനം കൊടുക്കുന്ന ഹോൾ ഇതാ. സോ ദിസ് ഹാപ്പൻഡ് അറൗണ്ട് 100 years ബാക്ക്. അപ്പോൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി അധികം വർഷങ്ങളില്ല, അവിടെ വെച്ച് അദ്ദേഹം എടുത്ത പാസ്റ്റ് ലൈഫിൽ നിന്നും ഒരു ചേഞ്ച് കൊടുത്തപ്പോൾ ഇന്ന് അദ്ദേഹം കുപ്രസിദ്ധനല്ല, സുപ്രസിദ്ധനാണ്. അപ്പം അത് മായ്ക്കാം. നോബൽ എല്ലാം എത്രയോ റെസ്പെക്റ്റോടുകൂടിയാണ് അദ്ദേഹത്തെ. അപ്പം എനിക്കതിൽ നിന്ന് മനസ്സിലായത് വി ക്യാൻ കം ഔട്ട് ഓഫ് അവർ പാസ്റ്റ് ക്ലച്ചസ്. നമ്മളെ മുന്നിലേക്ക് വിടാതെ പിന്നിലേക്ക് പിടിക്കുന്ന പാസ്റ്റ് ലൈഫിൽ നിന്ന് തീർച്ചയായും നമുക്ക് പുറത്തു വരാൻ കഴിയും. അതാണ് നമുക്ക് ആൽഫ്രഡ് നോബൽ നൽകുന്ന ഒരു പാഠം. അപ്പോൾ തന്നെ ഒരു സ്ത്രീയെക്കുറിച്ച്, അതായത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിന്റെ ഏടുകളിൽ ഇടം പിടിച്ചിട്ടുള്ള പണ്ഡിറ്റ് രമാഭായ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചും അത് ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഈ രമാഭായിയുടെ ഭർത്താവ് മരിക്കുന്നത് അവരുടെ മനോരമ എന്ന പേരുള്ള കുഞ്ഞ് ജനിച്ച ശേഷം. സാധാരണ എനിക്കറിയാം ഒത്തിരി സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ ലൈഫ് ഒരു വിധവയായി, പിന്നെ നല്ല വിശേഷാവസരങ്ങളിലൊന്നും പങ്കെടുക്കാതെ ദുഃഖിച്ച് പറ്റുവാണെങ്കിൽ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ, സത്യം പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവർ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി സ്വയം ജീവിതം ആ ഭർത്താവിന് വേണ്ടി ഹോമിക്കണം, സതി അനുഷ്ഠിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്ന ഈ രമാഭായ് പക്ഷേ അതല്ല ചെയ്തത്. രമാഭായ് ചെയ്തത് അനാഥകളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വിധവമാർക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. പിന്നീടുള്ള അവളുടെ ലൈഫ് അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. ചുമ്മാ കുത്തിയിരുന്ന് കരഞ്ഞ ദൈവം എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിനെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ല. മാത്രമല്ല അവൾ സ്ഥാപിച്ച മുക്തി മിഷനിൽ നടന്ന ചില ബൈബിൾ സ്റ്റഡി ക്ലാസ്സുകളിലാണ് ഭാരതത്തെയും അനേക രാഷ്ട്രങ്ങളെയും പിടിച്ചു കുലുക്കിയ ഒരു ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. A huge spiritual revival came out of her institution. പക്ഷേ ഈ വിധവ ആ പാസ്റ്റിൽ കുരുങ്ങിക്കിടക്കാതെ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടെ വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി അതിനെ പാസ്റ്റിനെ ബ്രേക്ക് ചെയ്ത് വന്നത് കൊണ്ടാണ് അവൾക്കത് സാധിച്ചത്. പൂർവ്വകാല തടസ്സങ്ങളെ തരണം ചെയ്ത രണ്ടുപേരുടെ വളരെ നല്ല അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് എന്ന് ഞങ്ങൾക്കറിയാം. ഇനി അതിന്റെ അടുത്ത ഭാഗങ്ങൾ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതിനിടയിൽ എമി ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ഗാനമുണ്ട്, അത് നമുക്ക് കേട്ടിട്ട് തിരിച്ചു. പൂർവ്വകാല തടസ്സങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നുള്ള ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രദർ, അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. ഈ പൂർവ്വകാല തടസ്സങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അധ്യായത്തിൽ കുറച്ച് ഈ കാലഘട്ടത്തിൽ വേണ്ട ചില ടിപ്സ് നൽകിയിട്ടുണ്ട്. ആ ടിപ്സുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ജീവിതത്തിൽ അത് ഒത്തിരി പ്രയോജനമാകുമോ എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഒന്ന് 3rd ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ ഇതിനകം ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളെ തകർക്കുന്ന എന്നുള്ള പുസ്തകം കിട്ടി എന്ന് വിശ്വസിക്കുന്നു. കിട്ടിയിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഈ സമയത്ത് ആ ബുക്ക് എടുക്കാം. മലയാളം ട്രാൻസ്ലേഷനിൽ 45-ാമത്തെ പേജിൽ ബൈബിളിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദൈവം തന്നെ ഇസ്രായേൽ ജനം അവർ കനാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് അവരിങ്ങനെ പലപ്പോഴും ഒരു സ്ഥലത്ത് അങ്ങ് അവർ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ അവിടെ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഒരു ദിവസം ദൈവം വന്നിട്ട് പറയുകയാണ്, മുന്നോട്ട് പോകുക. മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവം ഒരു കൽപ്പന കൊടുത്തു. നിങ്ങൾ ഇവിടെ പാർത്തത് മതി. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മളെങ്ങനെ ഒരു തരം കംപ്ലേസൻസിയിലേക്ക് വരും, ഒരു വ്യാജ സംതൃപ്തി. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചങ്ങ് തീർന്നാൽ മതി. ഈ വ്യാജമായ ഒരു സംതൃപ്തിയിലിരിക്കുന്നിടത്തോളം നമ്മൾ ഒരിക്കലും പ്രോഗ്രസ് ചെയ്യില്ല ലൈഫിൽ. അപ്പം അതുകൊണ്ട് ദൈവം അവരോട് പറയുകയാണ്, ആ കംപ്ലേസൻസി വിട്ട് പുറത്തേക്ക് വരികയാണ്. ദെൻ മറ്റൊന്ന്, ചില സമയത്ത് അവരിങ്ങനെ കറങ്ങി എന്ന് വെച്ചാൽ ദിവസങ്ങൾ കൊണ്ട് ക്രോസ് ചെയ്യേണ്ട ആ സ്ഥലത്ത് അവർ 40 വർഷം കറങ്ങി നടക്കും ഇസ്രായേൽ മക്കൾ. പലപ്പോഴും നമ്മുടെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, കറങ്ങി പക്ഷെ നമ്മളെങ്ങും എത്തില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്, ഞാൻ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ അമ്മ ഈ കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ലിസ്റ്റ് തരും. ഈ ലിസ്റ്റുമായിട്ട് ഞാൻ കടയിൽ ചെല്ലും. ഇന്നിപ്പോൾ ഒത്തിരി മോളുകളും സൂപ്പർ മാർക്കറ്റുകളും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളൊക്കെ, പക്ഷേ പണ്ടത്തെ എന്ന് വെച്ചാൽ ഒരു ചെറിയ കടയായിരിക്കും, ആ പലചരക്ക് കടയായിരിക്കും. ആ കടയുടെ അകത്ത് പല ചാക്കുകളിൽ സാധനങ്ങളെല്ലാം വെച്ചിരിക്കും. നമ്മൾ പുറത്ത് നിൽക്കും, ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. ഈ കടയിലുള്ള ആ ഷോപ്പ് കീപ്പർ ആയിരിക്കും എല്ലാം നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ സാധാരണ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷോപ്പ് കീപ്പർ അന്നൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ ചാക്കുകളുടെ ഇടയിലൂടെ ഇതെടുക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ നടക്കും. രാവിലെ മുതൽ രാത്രി ഒരു പക്ഷേ 10 മണിക്കോ 11 മണിക്കോ ആയിരിക്കും കട അടക്കുന്നത്. അതുവരെ ഈ ചാക്കുകളുടെ ഇടയിലൂടെ ഈ മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കും. നടന്ന് ഒരു ദിവസം കിലോമീറ്ററുകൾ നടക്കും. പക്ഷേ ഷട്ടർ ഇടുമ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരിക്കും. ട്രെഡ്മിൽ ഓടുന്ന ഒരാൾ കിലോമീറ്ററുകൾ ഓടും, പക്ഷേ ട്രെഡ്മിൽ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതേ മുറിയിൽ ആളുണ്ടായിരിക്കും. പലരുടെയും ലൈഫിൽ ഇങ്ങനെയാണ്, എന്തൊക്കെയോ കാര്യങ്ങൾ യാന്ത്രികമായി ചെയ്യുന്നു. ദർ ഇസ് നോ പ്രോഗ്രസ് ഇൻ ലൈഫ്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് അതല്ല ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ചുറ്റിക്കറങ്ങുന്ന അവസ്ഥകൾ നിർത്തുക. മറ്റൊരു പോയിന്റ് അതിൽ പറഞ്ഞിട്ട്, ദൈവം നമുക്ക് ഒത്തിരി വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ബട്ട് വി ഹാവ് ടു ഗോ ഫ്രം പ്രോമിസ്ഡ് പൊസിഷൻ. വി ഹാവ് ടു മൂവ്, വി ഹാവ് ടു പ്രോഗ്രസ്. വാഗ്ദാനങ്ങളിൽ നിന്ന് വാഗ്ദാനങ്ങളുടെ നിവൃത്തിയിലേക്ക്, അവകാശങ്ങളിലേക്ക് നമ്മൾ പോകണം. മറ്റൊന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ഭൂതകാലത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ ശത്രു സാത്താനല്ല, നമ്മുടെ തന്നെ പാസ്റ്റ് ലൈഫാണ്. പക്ഷെ ആ ചങ്ങലകൾ പൊട്ടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് വരാൻ കഴിയൂ. ഒരു എക്സാമ്പിൾ, ഒരിക്കലും ഒരു സർക്കസ് നടക്കുക. സാധാരണ സർക്കസ് കൂടാരത്തിൽ ആളെ കൂട്ടണമെങ്കിൽ ആന വേണം. ഈ ആനയെ എല്ലാ ദിവസവും സർക്കസ് കഴിയുമ്പോൾ അവിടെ കൊണ്ടുവന്ന് ഒരു തെങ്ങിന്മേൽ കെട്ടിയിടും. ഒരു ദിവസം ഈ ആനയെ കെട്ടാൻ സർക്കസുകാരൻ മറന്നുപോയി. പക്ഷെ അന്നും സാധാരണ കെട്ടിയിടുന്ന സമയത്ത് ഈ തെങ്ങിന് ചുറ്റും ഈ ആന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ ചങ്ങലയുടെ നീളം എത്രയുണ്ടോ അത്രയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ അന്നത്തെ ദിവസം ചങ്ങലയിൽ തളക്കാൻ മറന്നിട്ടും ആന ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന് പോയില്ല, ശ്രമിച്ചില്ല. കാരണം അതിൻ്റെ വിശ്വാസത്തിൽ ഇപ്പോഴും ചങ്ങലയിൽ കിടക്കുക. കുറേ വർഷങ്ങളായുള്ള അനുഭവം കൊണ്ട് പുറത്തു വരണമെന്നുള്ള ശ്രമം പോലുമില്ല. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, യു ക്യാൻ കം ഔട്ട് ഓഫ് ദാറ്റ് സൈക്കിൾ. അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ചുറ്റിക്കറങ്ങുന്ന നിർത്തി ആ ചങ്ങല പൊട്ടിക്കാൻ സാധിക്കും. മറ്റു ചില കാര്യങ്ങൾ കൂടെ, പരാജയങ്ങളുടെ പാതകളിൽ നിന്ന് പുറത്തു വരേണ്ട കാര്യം നമ്മൾ പരാമർശിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പരാജയമല്ല പരാജയം, പരാജയം സമ്മതിക്കുന്നതാണ് പരാജയം. യു ആർ റൈറ്റ്. പരാജയം സമ്മതിച്ചു കൊടുക്കാതിരിക്കുന്നിടത്തോളം നമ്മൾ പരാജയപ്പെടുന്നില്ല. മറ്റൊന്ന്, നമ്മുടെ പാസ്റ്റ് ലൈഫ് എങ്ങനെയാണ് അത് വിചാരിച്ച് നമ്മൾ വിചാരിക്കും നമ്മുടെ ഫ്യൂച്ചറും അങ്ങനെ ആയിരിക്കും. നോ, ഗോഡ് ക്യാൻ ചേഞ്ച് അവർ ഫ്യൂച്ചർ. അത് വിശ്വസിക്കണമെന്നില്ല. ഇത് കൂടാതെ വേറൊരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പവർഫുൾ ആയിട്ടൊരു കുതിര. ആ കുതിരയുടെ കാല് കെട്ടിയിട്ടല്ല അതിന് മുന്നോട്ട് ഓടാൻ പറ്റും. പലപ്പോഴും അങ്ങനെ
പവറുണ്ട്, പൊട്ടൻഷ്യലുണ്ട്, ഭയങ്കരമായ കഴിവുകളുണ്ട്. പല ആളുകളും ചില ഇൻവിസിബിളായിട്ടുള്ള പാശങ്ങളിൽ അവർ കുരുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ, ആക്ച്വലി ഐ ലവ് ദിസ് ചാപ്റ്റർ. അതെ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങളുടെ ഭൂതകാലത്തെ കുഴിച്ചിടുക, അതിനൊരിക്കലും പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. പലപ്പോഴും നമ്മൾ ഡെഡ് ബോഡിയൊക്കെ ബറി ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാന്തി പുറത്തെടുക്കും. അപ്പോൾ നമ്മുടെ പഴയകാല കാര്യങ്ങൾ ഓർത്ത് അയവിറക്കി 70 വർഷം 80 വർഷം 90 വർഷമൊക്കെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ആവശ്യമില്ല. ദൈവം പറയുന്ന ഇതാണ്, ഞാൻ നിനക്ക് നല്ലൊരു ഭാവി വെച്ചിരിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പഴയ കാര്യങ്ങൾ നീ ഓർക്കണ്ട, ഇതാ ഞാൻ പുതിയൊരു കാര്യം നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഗാഡ് ഈസ് റെഡി ടു ഡു സംതിങ് ന്യൂ ഇൻ അവർ ലൈഫ്സ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതാണ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പുതിയൊരു കാര്യം ചെയ്യാനാകും. പക്ഷേ പഴയ കാലത്തുള്ള ആ പിടിവിടണം, മറക്കണം. എങ്കിൽ മാത്രമേ ഒരു പുതിയ ലൈഫിലേക്ക് പോകാൻ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ശക്തിയേറിയൊരു കാര്യം, ഞാൻ പിമ്പിലുള്ളത് മറന്നും മുന്നിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻസൈറ്റ് ഇങ്ങനെയാണ്, ഇന്നലകളോട് ഗുഡ് ബൈ പറയുക, ഒരു പുഞ്ചിരിയോടെ നാളുകളെ വെൽക്കം ചെയ്യുക, ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ശുഭഭാവിക്കായി ഒരുങ്ങുക. അതെ, തീർച്ചയായും ഇങ്ങനെ ഒരു പുതിയ നാളേക്ക് വേണ്ടി, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി എല്ലാവരെയും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം, ഒരു പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഇനി നമുക്ക് കേൾക്കാം. ഈ സഹോദരൻ ഒരു പുരുഷോത്തമൻ എന്നാണ്, കോഴഞ്ചേരി നിന്നാണ് അദ്ദേഹം വരുന്നത്. പുരുഷോത്തമനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അതിന് കാരണങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം ഒരു കോൺട്രാക്ടർ കൂട്ടത്തിൽ ഒരു പൈപ്പിന്റെ വർക്ക് താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലോ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വർക്കിന്റെ ഭാഗമായിട്ടാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അന്ന് താൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് 2014 അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായി താൻ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ 2014 തനിക്ക് താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പിന്റെ കുഴിയിൽ താൻ ആ ജോലിയുടെ ഭാഗമായി അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ കാല് വഴുതി താൻ ആ കുഴിക്കകത്തേക്ക് പെട്ടുപോയി. ശ്രദ്ധിക്കുന്നുണ്ടോ? കുഴിയിൽ വീണ പുരുഷോത്തമൻ ആണ് നിൽക്കുന്നത്. അങ്ങനെ താൻ ജോലി ചെയ്യുന്നതിനിടയിൽ താൻ ആ കുഴിയിൽ വീണു. താൻ വീണ ഉടനെ തന്നെ തൻ്റെ അരഭാഗം ഇടിച്ചാണ് താൻ ആ കുഴിയിലേക്ക് വീണത്. പെട്ടെന്ന് കൂടെയുണ്ടായിരുന്ന ജോലിക്കാരെല്ലാവരും തന്നെ അവിടുന്ന് എടുത്ത് പെട്ടെന്ന് അവർ ആ ഭാഗം തിരുമ്മി കൊടുത്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. അവരെല്ലാവരും കൂടി തന്നെ വീട്ടിലെത്തിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കരമായ വേദനയായിരുന്നു. വേദന കാരണം ഈ ഭാഗം ഇടിച്ചാണ് താൻ വീണത്. ആ സമയത്ത് എനിക്ക് വല്ലാതെ വേദന അനുഭവപ്പെട്ടപ്പോൾ അവിടുത്തെ ഡോക്ടർ തനിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ വീട്ടിൽ പോകാൻ പറഞ്ഞു. എന്നിട്ട് നാളെ വന്നിട്ട് പിന്നീട് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ പോയി ആ വേദനയൊന്നും കുറഞ്ഞില്ല. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. ഇനി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ MRI സ്കാൻ ചെയ്യാൻ പറയും, മറ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും. തനിക്ക് അതിനുള്ള ഒരു വക തൻ്റെ കയ്യിലില്ല. തൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല അതിനുവേണ്ടി ചെലവഴിക്കാൻ. കുഴമ്പെല്ലാം വിട്ട് താൻ 1.5 വർഷം താൻ ജോലിക്ക് പോകുമായിരുന്നു. കുഴമ്പൊക്കെ ഇട്ട് ജോലിക്ക് പോകുമായിരുന്നു. പക്ഷെ ജോലിക്ക് താൻ ചെല്ലുമ്പോൾ ആ കോൺട്രാക്ടർ തന്നെ ജോലിക്ക് നിർത്തത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ തനിക്ക് വയ്യ. അതിനുശേഷം അദ്ദേഹം ഒത്തിരി കോൺട്രാക്ടർ എടുത്ത് തനിക്ക് ജോലി തരണമെന്ന് പറഞ്ഞു. കാരണം വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടായി താൻ ജോലിക്ക് പോകാൻ സാധിക്കാത്ത വിധം. തനിക്ക് അതുപോലെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ തനിക്ക് കുനിയാനോ നിവരാനോ മറ്റു ജോലികളൊന്നും ചെയ്യുവാൻ സാധിക്കാതെ 1.5 വർഷം താൻ ഭയങ്കരമായിട്ട് താൻ വേദന സഹിച്ചു. കാരണം ഹോസ്പിറ്റലിൽ പോയാൽ ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും. തൽക്കാലമുള്ള ഗുളികളും മരുന്നുകളും കഴിച്ച് താൻ 1.5 വർഷം ആ വേദന സഹിച്ച് താൻ ഇരുന്നു. മറ്റുള്ളവർ തന്നെ ഒത്തിരി കളിയാക്കുമായിരുന്നു. ഒത്തിരി പ്രയാസപ്പെട്ടു അദ്ദേഹം. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്റർ നടന്ന ഒരു കോൺഫറൻസിൽ, അതായത് ബ്ലെസ്സിംഗ് ആനുവൽ കോൺഫറൻസിൽ, കഴിഞ്ഞ വർഷത്തെ ആനുവൽ കോൺഫറൻസ് ആയിരുന്നു. അതെ അല്ലേ? അതിനകത്ത് അദ്ദേഹം വന്ന് പങ്കെടുത്തു. അന്ന് കോഴഞ്ചേരിയിൽ നിന്നൊരു ബസ് അവിടുന്ന് അറേഞ്ച് ചെയ്തിരുന്നു. അവിടുന്ന് ഒത്തിരി പേർ അതിനകത്ത് കയറി വന്ന കൂട്ടത്തിൽ താനും അതിനകത്ത് കയറി. താനും തന്നെ കുടുംബവും അതിനകത്ത് കയറി. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്, അതിനകത്തേക്ക് കയറാൻ തന്നെ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടിരുന്നു. ഒത്തിരി പേർ എടുത്താണ് തന്നെ ആ ബസ്സിനകത്തേക്ക് കയറിയാണോ കയറല്ലേ പിടിച്ചോണ്ട്
എയർപോർട്ട് കയറുന്ന പോലെ കയറിൽ പിടിച്ച് കയറുന്നത് പോലെയാണ് ആ ഫുട്ബോൾ ബസ്സിലോട്ട് കയറിയത്. കാരണം അത്രയ്ക്കും വേദനയായിരുന്നു. ഈ ഇവിടെ പെയിൻ ഉണ്ടായിരുന്നു, ഈ അത്രയ്ക്കും hip joint-ന്റെ ഭാഗത്ത്. Okay. അത്രയ്ക്കും പെയിൻ ആയിട്ടാണ് താനും ആ കോൺഫറൻസിൽ, കഴിഞ്ഞ വർഷത്തെ കോൺഫറൻസിൽ താൻ പങ്കെടുത്തത്. Okay. വന്നിരുന്ന് താൻ അത് കഴിഞ്ഞ് ചർച്ചിൽ വന്നിരുന്നതും 2 കസേര പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ താൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്. അങ്ങനെയാണ് ഇരുന്നത്, 2 കസേരയിലും പിടിച്ചിങ്ങനെ ഇരുന്നു. പ്രാർത്ഥനയ്ക്ക് വന്ന ശേഷം ഇരിക്കാൻ പറ്റാതെ ഇങ്ങനെ പിടിച്ചോണ്ട്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു, അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സഹതാപം തോന്നി. ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന വരുമ്പോൾ എഴുന്നേക്കും, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയ പ്രാർത്ഥനകൾ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്താണ് ബ്രദർ ഡാമിയൻ സ്റ്റേജിലേക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കയറുന്നത്. അതിനുശേഷം എന്ത് നടന്നു എന്ന് നമുക്ക് വീഡിയോയിലൂടെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. വീഡിയോ ഉണ്ടോ? വീഡിയോ. ഇടുപ്പലിന് പ്രയാസമുണ്ടായിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് എ മേജർ മിറക്കിൾ. എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. ഇടുപ്പലിന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, കുനിഞ്ഞു നോക്കുക, നിവർന്ന് നോക്കുക, പിരിഞ്ഞു നോക്കുക, വളഞ്ഞു നോക്കുക, ഇരുന്ന് നോക്കുക, എഴുന്നേറ്റ് നോക്കുക, നടന്നു നോക്കുക. നന്നായി ചെക്ക് ചെയ്ത് ബോധ്യമായെങ്കിൽ മുന്നോട്ട് വരാം. ഈ ഭാഗത്ത് ഇടുപ്പലിന് ആരോ ദിസ് എ മേജർ മിറക്കിൾ, ഇൻസ്റ്റന്റേനിയസ് മിറക്കിൾ. നോക്കുക. ബെൽറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അഴിച്ചു കളയുക. ബെൽറ്റ് ഇട്ട് നടുവിന് വേദനയുമായി ബെൽറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അഴിക്കുക. ചെക്ക് ചെയ്ത് നോക്കുക. Something has happened. If you are the person, you can come forward. Quickly. Yeah, here comes a person. Oh my Jesus. This is the person. കഴിഞ്ഞ ആനുവൽ കോൺഫറൻസിലാണ് ഈ സംഭവിച്ചത്. ഇന്ന് പുരുഷോത്തമൻ കുഴിയിലല്ല, സ്റ്റേജിലാണ്. അതിനുശേഷം അദ്ദേഹം പത്തനംതിട്ട എന്ന് പറയുന്ന സോണിന്റെ ഒരു ശുശ്രൂഷകനും അപ്പോൾ തന്നെ തൻ്റെ മക്കൾ കൊയറിലും സൺഡേ സ്കൂൾ ടീച്ചറും എല്ലാമായി ആ ബ്ലെസ്സിംഗ് സെന്ററിനോട് ചേർന്ന് നിന്നവർ ഒരു ഭാഗമായി ഇന്ന് നിൽക്കുകയാണ്. അഭിമാനമുണ്ട്. ഹല്ലേലൂയ. ഇതിലെ കൂടെ ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാലം വരെ ആർക്ക് വേണ്ടി ജീവിക്കും? യേശുവിന് വേണ്ടി ജീവിക്കുമോ? ഉറക്കെ പറയണം. കർത്താവിന് വേണ്ടി വെച്ചേക്കുക. മക്കൾ കൊയറിൽ സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിക്കുന്നു. അദ്ദേഹം സോണിന്റെ ചാർജായി. 1 വർഷത്തിനകം നടന്ന സംഭവമാണ്. ഒരു സോണിന്റെ ചാർജ് കിട്ടി. ഹല്ലേലൂയ. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ദിസ് ഇസ് പ്രയർ ടൈം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡുകളിൽ ഇതിനു മുൻപ് ഒത്തിരി പേരെ മിറാക്കുലസായി കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്, വിടുതലുകൾ നൽകിയിട്ടുണ്ട്. ഐ ബിലീവ് ദാറ്റ് ദിസ് ഇസ് യുവർ ടേൺ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഈ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കൈനീട്ടി അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു രോഗം കർത്താവ് സൗഖ്യമാക്കുന്നു. ഓസ്റ്റിയോപൊറോസിസ് കർത്താവ് സൗഖ്യമാക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കൊരു അത്ഭുതം ആവശ്യമെങ്കിൽ, ഒരു രോഗസൗഖ്യം ആവശ്യമെങ്കിൽ ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉള്ളിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഹോർമോണൽ പ്രോബ്ലംസ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ദൈവികമായ വിടുതലുകളും സൗഖ്യവും ഇപ്പോൾ എല്ലാവരിലും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് നട്ടലിൻ്റെ തകരാറ് നിമിത്തം കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. പൂർണ്ണമായ സൗഖ്യം കർത്താവ് നീ കൊടുത്തതിനാൽ നന്ദി പറയുന്നു. നിങ്ങൾ ഏതൊരാവശ്യവും ഈ സമയത്ത് യേശുവിനോട് പറയാം. കർത്താവ് ഏതൊരാവശ്യത്തിലും നീ പ്രവർത്തിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ബ്ലെസ്സിംഗ് ടുഡേയെ കുറിച്ച് മറ്റുള്ളവരോട് കൂടെ പറയുക. അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. മനസ്സിൽ യുദ്ധം നടക്കുമ്പോൾ അതിനെ ജയിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ശരിയായ ഒരു ബ്രേക്ക് ത്രൂ ലൈഫിലുണ്ടാകും. സ്പോൺസർഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കിട്ടാതെ കിടന്നിരുന്ന സാധനങ്ങളെല്ലാം കിട്ടാൻ തുടങ്ങി. ഇവര് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് മാത്രം 2 ലക്ഷം രൂപയോളം അവരുടെ കയ്യിൽ വന്നു ചേർന്നു. ഒരു വഴി അടയുമ്പോൾ അതിനപ്പുറത്തെ കർത്താവ്
വലിയ വേറൊരു വാതിൽ വഴി തുറന്നു വെച്ചിട്ടാണ് ഇത് അടക്കുന്നത്.